ഹലോ ഫ്രണ്ട്സ്, HTML ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ തീർച്ചയായും അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളൊരു വെബ് ഡെവലപ്മെൻറ്റ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. വെബ് എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ട് HTML, CSS, JavaScript എന്നിവ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ നമ്മൾ ആദ്യം ചെയ്തു. ശേഷം HTMLൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തു. ഇത് മൂന്നാമത്തെ ട്യൂട്ടോറിയലാണ്, HTML ട്യൂട്ടോറിയൽ പാർട്ട് 2. അപ്പോൾ നമ്മൾ കോഡ് എഡിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് എഡിറ്ററായ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർ ഗൂഗിളിലും മറ്റും യൂട്യൂബിലും ഒരുപാട് റെഫറൻസ് വീഡിയോ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അത് റെഫറൻസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. അതല്ല നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇതിൻ്റെ ഡൗൺലോഡിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കാം, നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഒരു ഫയൽ ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അത് വേണ്ടിയിട്ട് ഞാൻ ഇതിന് ഷോർട്ട് കീ Ctrl+N പ്രസ് ചെയ്യും. ഇപ്പോൾ ഒരു അൺടൈറ്റിൽഡ് ഫയൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സേവ് ചെയ്യണം, HTML ആയിട്ട് സേവ് ചെയ്യണം. .html എക്സ്റ്റൻഷൻ വെച്ചിട്ട് HTML ആയിട്ട് സേവ് ചെയ്യണം. അപ്പോൾ ഞാനിത് ഒരു വെബ് പേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോൾഡറിൽ ഞാൻ index.html എന്ന പേരിൽ ഞാൻ ഈ HTML ഫയൽ സേവ് ചെയ്യണം. index.html എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് നെയിമാണ്. നമ്മൾ റൂട്ട് HTML പേജിന് കൊടുക്കുന്നൊരു നെയിമാണ് index.html എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പേരും കൊടുക്കുക, ഇൻഡെക്സ് എന്ന് തന്നെ കൊടുക്കണമെന്നില്ല. പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡ് നമ്മൾ റൂട്ട് HTML പേജിന് കൊടുക്കുന്ന നെയിമാണ്. അപ്പോൾ index.html എന്നുള്ള പേജ് എന്ന നെയിം കൊടുത്ത് ഞാൻ സേവ് കൊടുത്തു. അപ്പോൾ നമ്മുടെ HTML പേജ് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് ഷിഫ്റ്റ് എക്സ്ക്ലമേഷൻ മാർക്ക് പ്രസ് ചെയ്ത് എൻ്റർ എടുത്താൽ ഇത്രയും ഡീറ്റെയിൽസ് വരും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ വെബ് പേജിൻ്റെ ടൈറ്റിൽ, ഞാനിപ്പോൾ ടൈറ്റിൽ techAssista HTML പേജ് എന്ന് കൊടുത്തു. ഇനി ഇത് Ctrl+S അടിച്ച് സേവ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിൽ വെബ് പേജ് എന്ന ഫോൾഡറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രൗസർ ക്രോമിൽ ആ പേജ് ഓപ്പൺ ആക്കി. ഇപ്പം ഞാൻ ബോഡിയിലൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ബ്ലാങ്ക് ആയി കിടക്കുന്നത്. പക്ഷെ നമ്മൾ കൊടുത്ത ടൈറ്റിൽ techAssista HTML പേജ് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ. ഇനി വീണ്ടും എഡിറ്ററിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ 2 ടാഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. H1 ടാഗും അതുപോലെ P ടാഗും. H1 ഹെഡിങ്ങിന് വേണ്ടിയിട്ടാണ്, P ടാഗ് പാരഗ്രാഫിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ നോക്കിയിരുന്നു. നമ്മൾ കൂടുതൽ ടാഗുകൾ, കൂടുതൽ എലമെൻറ്റ്സ് എങ്ങനെ HTML എഴുതാം, എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം എന്നുള്ളത് നോക്കുകയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ H1 മുതൽ H6 വരെ ഓരോ ടാഗുകളും ഹെഡിങ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ചില എക്സാമ്പിൾസ് ഒക്കെ നോക്കിയിരുന്നു. H1, H2, H3, H4, H5, H6 ഇത്രയും ഹെഡിങ്, ഇത്രയും ടാഗുകൾ ഹെഡിങ്ങിന് വേണ്ടിയിട്ടാണ്. മൈ ഹെഡിങ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഇന്നൂടെ H1 മുതൽ H6 വരെ ഇത്രയും ഞാൻ എഴുതിയിട്ട് ഞാൻ Ctrl+S അടിച്ച് സേവ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ബ്രൗസറിൽ പോയിട്ട് റീഫ്രഷ് കൊടുക്കുക. ഓരോ സൈസിലുള്ള H1 സൈസിലുള്ള മൈ ഹെഡിങ് H2, H3, H4, H5, H6 ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് H1 മുതൽ H6 വരെയുള്ള ടാഗുകൾ എന്ന് മനസ്സിലായി കാണും. ഈ H7 കൊടുക്കാൻ കഴിയുമോ നോക്കാം. ഇല്ല, H7 എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ഇല്ല, അതുകൊണ്ടാണ് അതവിടെ വരാത്തത്.
അപ്പോൾ H1 മുതൽ H6 വരെയാണ് നമ്മുടെ ഹെഡിങ്ങിൻ്റെ ഇത് വരുന്നത്. സൈസ് H1 മുതൽ H6 അങ്ങനെ മുകളിലേക്ക് പോകുന്തോറും സൈസ് കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുപോലെ പിന്നെ പി ടാഗ് എന്തിനായിരുന്നു? ജസ്റ്റ് ഒരു പി ടാഗ്, ഇതും കഴിഞ്ഞതിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു ടാഗാണ് പി ടാഗ്. എന്തിനാണ്? നമ്മൾ പാരഗ്രാഫിനോടെ വേണ്ടിയിട്ടായിരുന്നു. ദിസ് ഈസ് മൈ പേജ് പാരഗ്രാഫ്. ജസ്റ്റ് ഒരു ഡമ്മി ആയിട്ട് എഴുതിയതാണ് ജസ്റ്റ്. അപ്പോൾ അത് ഞാൻ സേവ് ചെയ്തു. ജസ്റ്റ് ബ്രൗസർ ഓപ്പൺ ആക്കി റിഫ്രഷ് കൊടുക്കുമ്പോൾ ഇതോ ഒരു പാരഗ്രാഫ് രൂപേണ ഞാൻ ആ ടൈപ്പ് ചെയ്ത സംഭവം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് പി ടാഗ്. അപ്പോൾ ഈ രണ്ട് ടാഗുകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടത്. ഇനി നെക്സ്റ്റ് ടാഗ് ഹൈപ്പർ ലിങ്ക്, ആങ്കർ ടാഗ് എന്നാണ് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാഗ് യൂസ് ചെയ്യുന്നത്. ആങ്കർ ടാഗ് എന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല, നമുക്കത് ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ തൽക്കാലം ഞാൻ ഇതെല്ലാം ഞാൻ ക്ലോസ് ജസ്റ്റ് ഹെഡിങ്ങും ഒരു പാരഗ്രാഫും അവിടെ കിടന്നോട്ടെ, പേജിൽ കിടന്നോട്ടെ. ഇനി ഞാൻ ആങ്കർ ടാഗിന് ആണ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ കൊടുത്താൽ ഇതാ വന്നിട്ടുണ്ട് എ ടാഗ്. ഇതിൽ ഒരു ആട്രിബ്യൂട്ട്, ഈ ടാഗിൻ്റെ അകത്ത് വരുന്ന ഈ സംഭവങ്ങൾക്ക് ആട്രിബ്യൂട്ട് എന്നാണ് പറയുന്നത്. എന്താണെന്നുള്ളത് പറയാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ആ ടാഗിൻ്റെ ഉള്ളിൽ ക്ലിക്ക് മീ എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഞാൻ ഇതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ പോവേണ്ട, അതായത് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ ലിങ്കാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്തിന്? അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ആ പോകേണ്ട വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ പാത്ത് ആണ് അവിടെ കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിളിൻ്റെ പേജിലേക്ക് പോകണം, www.google.com എന്ന പേജിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൻ്റെ ഇത് അടിച്ചിട്ട് ജസ്റ്റ് കൺട്രോൾ സേവ് കൊടുത്തു. ഇനി നമ്മൾ ബ്രൗസർ ഓണാക്കി റിഫ്രഷ് കൊടുക്കുമ്പോൾ ഇതാ നമ്മൾ H1 ടാഗിൻ്റെ ഹെഡിങ് വന്നിട്ടുണ്ട്, പാരഗ്രാഫ് വന്നിട്ടുണ്ട്, ആങ്കർ ടാഗിൻ്റെ നമ്മൾ ക്ലിക്ക് മീ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വന്നിട്ടുണ്ട്. ഇപ്പോൾ ആങ്കർ ടാഗിൻ്റെ കളർ മാറ്റം മനസ്സിലായില്ല. കാരണം എന്താ? ഇതിന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ കോഡിൽ കൊടുത്തിട്ടുള്ള ഈ സൈറ്റിലേക്ക് പോകും. ഇവിടെ എന്താണോ കൊടുക്കുന്നത് അതിലേക്ക് പോകും. അപ്പോൾ എന്തിനാണ് ഈ ആങ്കർ ടാഗ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. എന്തോ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ജസ്റ്റ് സൈറ്റിൻ്റെ ഇത് കൺട്രോൾ സി അടിച്ചിട്ട് കോപ്പി ചെയ്തിട്ട് കറക്റ്റ് ലിങ്ക് കൊടുത്തു. കൺട്രോൾ എസ്. ഇനി നമ്മുടെ റിഫ്രഷ് കൊടുത്താൽ മതി. ഇപ്പോൾ ശരിയായി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ക്ലിക്ക് മീൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിളിലേക്ക് പോകുന്നുണ്ട്. ഇനി വേറെ ഏതെങ്കിലും സൈറ്റിലേക്കാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. HRF. അപ്പോൾ HRF എന്തിനാണെന്ന് മനസ്സിലായില്ലേ? HRF എന്തിനാണ്? ആ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണോ പോകുന്നത് അതിൻ്റെ URL കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ എന്ത് ആങ്കർ ടാഗ് എന്ന് പറയുന്ന ടാഗ്. അതായത് ഇപ്പോൾ നമ്മൾ 3 ടാഗ് മെയിനായിട്ട് പഠിച്ചു. ഹെഡിങ്ങിൻ്റെ H1, H2, H3, H4, H5, H6 വരെയുള്ള ഹെഡിങ് ടാഗ്, അതുപോലെ പാരഗ്രാഫിൻ്റെ പി ടാഗ്, ലിങ്ക് URL കൊടുക്കാനുള്ള ആങ്കർ ടാഗ് എന്നീ 3 ടാഗുകൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇമേജ് ടാഗാണ്. ഇമേജ് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഇമേജ് ഫോട്ടോസ് വരാനുള്ള ടാഗാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇമേജ് ടാഗ് IMG കൊടുത്തിട്ട് എൻ്റർ കൊടുത്താൽ ഇതാ ഇമേജ് ടാഗ് വന്നിട്ടുണ്ട്. ഇമേജ് ടാഗിൽ നേരത്തെ HRF എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എന്തിനാണെന്ന് നമുക്ക് പറഞ്ഞു. എന്തിനാണ്? URL കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പക്ഷെ 2 ആട്രിബ്യൂട്ട് കാണുന്നുണ്ട്. ഒന്ന് SRC എന്ന് പറഞ്ഞിട്ടുള്ളൊരു
ആട്രിബ്യൂട്ടും കാണുന്നുണ്ട്, പിന്നെ ആൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഈ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇമേജസ് ആണല്ലോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഇമേജസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അല്ല, ആ ഇമേജസിന്റെ പാത്ത് നമ്മുടെ ഏത് ഇമേജ് ആണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ആ ഇമേജിന്റെ പാത്താണ് ഇവിടെ കൊടുക്കേണ്ടത്. അൾട്ട് എന്ന് പറയുന്നത് അഥവാ ആ ഇമേജ് ലോഡ് ചെയ്യാൻ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അപ്പോൾ ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു 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 പകരക്കാരനായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു ടെക്സ്റ്റ്, അതിനു വേണ്ടിയിട്ട് അൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കുന്ന ഒരു ടെസ്റ്റ്. എന്തെങ്കിലും ഒരു എറർ നമ്മൾ ഫോട്ടോ ഇമേജ് കൊടുത്ത ഇമേജ് അത് ലോഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഇതിൽ കൊടുത്ത ഫയലായിരിക്കും റൺ ആവുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ദിസ് ഈസ് ഫോട്ടോ എന്നുള്ള ആൾട്ടിൽ കൊടുത്തു. ഇപ്പം ഞാൻ സോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, ഫോട്ടോസ് ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് കൺട്രോളേഴ്സ് അടിച്ചിട്ട് ലോഡ് ചെയ്തു. അപ്പോൾ ഇതാ വന്നിട്ടുണ്ട്. ക്ലിക്ക് മീ എന്ന് കഴിഞ്ഞ ശേഷം ഇതാ ഒരു ഫോട്ടോൻ്റെ ഒരു സിമ്പിൾ, അത് എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നുണ്ട്, ഇവിടെ ഒരു കട്ടിങ് വന്നത്. എന്നിട്ട് ദിസ് ഈസ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ആൾട്ടായിട്ട് കൊടുത്ത വേർഡും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇമേജ് കൊടുത്തു നോക്കാം. നമ്മൾ സോഴ്സ് ഇതുവരെ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഇമേജ് കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മളെ വെബ് പേജ് ഇതാണ് നമ്മൾ ഫോൾഡർ. ഇതിൽ ഞാൻ വെബ് പേജ് എന്ന ഫോൾഡറിൽ ഈ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഫയലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ ഇമേജ് എന്ന് പറഞ്ഞിട്ട് IMG എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഇമേജും ഉണ്ട്. ഓക്കെ, ഞാൻ ഈ ഇമേജ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളെ വെബ്സൈറ്റിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പാത്ത് എവിടെയാണ്? നമ്മളെ ഇൻഡെക്സ് കിടക്കുന്ന അതേ ഫോൾഡറിൽ IMG എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്താണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്നടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫോൾഡർ കാണാൻ കഴിയുന്നുണ്ട്, കാരണം ഇൻഡെക്സ് കിടക്കുന്ന ആ ഫോൾഡർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇമേജസ് ഇതാക്കി, പിന്നെ അതിൻ്റെ അകത്ത് /image.png എന്ന ഫയലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോഴ്സ് നമ്മൾ കൊടുത്തു, IMG എന്ന ഫോൾഡറിൽ image.png എന്ന് പറയുന്ന ഫോട്ടോയാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ആൾട്ട് ദിസ് ഈസ് ഫോട്ടോ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് കൺട്രോൾ S കൊടുക്കുക, റിഫ്രഷ് കൊടുക്കുക. ഇതാ ഇപ്പോൾ നമ്മൾ കൊടുത്ത ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഫോട്ടോ ആണ് നമ്മുടെ ആ ഫോൾഡറിൽ ഉണ്ടായിരുന്നത്. വെബ് പേജ് എന്ന ഫോൾഡറിൽ ഇമേജിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഫോട്ടോ ഈ ഫോട്ടോയാണ്. ആ ഫോട്ടോയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ വെബ് പേജിലേക്ക് കൊണ്ടുവന്നത്. അതെങ്ങനെയാണ് കൊണ്ടുവന്നത്? ഇമേജ് ടാഗ് IMG ടാഗ്, അതിൻ്റെ രണ്ട് ആട്രിബ്യൂട്ടാണുള്ളത്, സോഴ്സും അൾട്ടും. സോഴ്സ് എന്തിനാണ്? ആ ഇമേജിൻ്റെ പാത്ത് കൊടുക്കാനാണ്, എവിടെയാണോ ആ ഇമേജ് ഉള്ളത് അത് ഇവിടെ എടുത്ത് കൊടുക്കാനാണ്. അൾട്ട് എന്നുള്ളത് അഥവാ ആ ഇമേജ് ലോഡ് ആയില്ല, അഥവാ അവിടെ അങ്ങനെ ഒരു ഇമേജ് ഇല്ല, ഞാൻ വേറൊരു പേര് കൊടുക്കാം, ജസ്റ്റ് image1 എന്ന് കൊടുത്തു, എന്നിട്ട് സേവ് ചെയ്തു. എന്നിട്ട് ഞാനിത് ലോഡ് ചെയ്താൽ അവിടെ image1 എന്ന് പറഞ്ഞൊരു ഇമേജ് ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്തായി, ദിസ് ഈസ് ഫോട്ടോ എന്ന് പറയുന്ന ആ ഒരു കമൻറ്റും പിന്നെ ആ ഫോട്ടോ ബ്രേക്ക് ആകുന്ന രീതിയിലുള്ള ആ ഒരു ഐക്കണാണ് കാണിക്കുക. ഓക്കെ, തിരിച്ച് ചെയ്യാം. പിന്നെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ആ അൾട്ട് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഫോട്ടോ എന്ന് പറഞ്ഞ കമൻറ്റ് ഇപ്പോൾ അവിടെ കാണുന്നില്ല. കാരണം എന്താ, ആ ഇമേജ് അവിടെ ലോഡ് ആയിട്ടുണ്ട്, പിന്നെ അത് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് എന്ത് ഇമേജ് ടാഗ് ഫോട്ടോ കേസിൽ. പിന്നെ അതിലേക്ക് നമുക്ക് വേറെയും ആട്രിബ്യൂട്ടുകൾ ആഡ് ചെയ്യാം. എങ്ങനെ? നമുക്കിപ്പോൾ ഈ ഇമേജ് നമ്മളൊരു ഇമേജ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് സൈസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ സൈസ് ഒന്ന് നമുക്ക് കുറക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വിഡ്ത്ത് ഒരു 100 px, ഹൈറ്റ് 100 px, ജസ്റ്റ് ഒരു ഇത് കൊടുത്തിട്ട് കൺട്രോൾ S കൊടുത്തിട്ട് സേവ് നോക്കാം. ഇതാ ഇമേജ് ചെറുതായിട്ടുണ്ട്. 100 പിക്സലിലേക്ക് ഹൈറ്റും വിഡ്ത്തും ചുരുങ്ങിയിട്ട് ഉള്ളൊരു ഇമേജാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് നമുക്ക് പല രീതിയിൽ കൊടുക്കാം. ഇപ്പോൾ ഒരു 250 വിഡ്ത്തും 300 ഹൈറ്റും, ഇപ്പോൾ അതിനനുസരിച്ച് വന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ CSS ഒക്കെ നോക്കിയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ
ഇത് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ H1 ഹെഡിങ് ടാഗ്സ് പഠിച്ചു, പാരഗ്രാഫ് ടാഗ് പഠിച്ചു, ആങ്കർ ടാഗ് പഠിച്ചു, ഇപ്പോൾ ഇമേജ് ടാഗും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ബട്ടണാണ്. ഓക്കെ, ബട്ടൺ ടാഗ് ജസ്റ്റ് ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ വന്നു ബട്ടൺ. ഈ ബട്ടൺ എന്നുള്ളത് ഞാൻ എന്താണ് ഇപ്പോൾ ബട്ടണിൽ കൊടുക്കാം? ലോഗിൻ എന്ന് കൊടുക്കാം. ഒരു ലോഗിൻ ബട്ടണാണ്. അപ്പോൾ ലോഗിൻ എന്ന് കൊടുത്തു. ലോഗിൻ എന്ന് കൊടുത്തിട്ട് Ctrl+S സേവ് ചെയ്തിട്ട് ബ്രൗസർ ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം. ഇതാ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ, ഒരു ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വേറൊരു ബട്ടൺ എന്താണ്? ക്ലിക്ക് ഹിയർ, Ctrl+S ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ബട്ടൺ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എത്ര ബട്ടൺ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഈ ബട്ടണൊക്കെ ഓരോ ഫങ്ഷൻസ് നമുക്ക് വേറെ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് കൊടുക്കുക ഓരോ ഫങ്ഷൻസ് കാര്യങ്ങൾ. ഈ ഫങ്ഷൻ ഇപ്പോൾ ബട്ടണ് പ്രത്യേകിച്ച് സ്റ്റൈലൊന്നുമില്ല, ഒരു ഡമ്മി ആയിട്ടുള്ള ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ബട്ടൺസ് ഒക്കെ വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് CSS ഒക്കെ പഠിച്ച ശേഷം എങ്ങനെ ബട്ടണൊക്കെ സ്റ്റൈൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് ബട്ടണ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ടാബിള്, ഫോം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ HTML-ൻ്റെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മതി. നമ്മളിന്ന് പഠിച്ചത് H1 ടാഗ്, H1 ടാഗ് എന്ന് ഞാൻ പറയുന്നില്ല, H1 to H6 എന്താണ്? ഹെഡിങ് ടാഗ്സ്. പിന്നെ P എന്തിനാണ്? പാരഗ്രാഫ്. എന്തിനാണ്? ഹൈപ്പർ ലിങ്ക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇമേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ബട്ടൺ. അപ്പോൾ ഇത്രയും ടാഗ്സാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഒരു BR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ഉണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് പറയാം. BR എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു. ക്ലോസിങ് വേണ്ടാത്ത ടാഗ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു BR കൊടുത്തു. അപ്പോൾ എന്നിട്ട് ഞാനത് സേവ് ചെയ്തു. അപ്പോൾ ഇതിലുള്ള ചേഞ്ച് നോക്കി ജസ്റ്റ് ഞാൻ റീഫ്രഷ് ചെയ്യുമ്പോൾ ഇതാ ഈ നേരത്തെ ലോഗിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ക്ലിക്ക് ഹിയർ വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ റീഫ്രഷ് ചെയ്തപ്പോൾ ക്ലിക്ക് ഹിയർ ഇങ്ങോട്ട് താഴോട്ട് പോയി. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ BR എന്ന് പറഞ്ഞത് ലൈന് ബ്രേക്ക് ആണ്. അതായത് അവിടെ വെച്ചിട്ട് ലൈന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ന്യൂ ലൈനിൽ നിന്നാണ് അടുത്തത് വരിക. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു എനിക്ക് ഇവിടെ ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ അവിടെ BR ഇട്ടപ്പോൾ ആ ലൈന് ബ്രേക്കായി. അങ്ങനെ എല്ലാ കേസിലും എവിടെ നമുക്ക് BR എവിടെ ഇടുന്നോ അവിടെ ഒരു ബ്രേക്ക് വരും. അപ്പോൾ എവിടെ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ എവിടെയാണോ ലൈന് ബ്രേക്ക് ചെയ്യേണ്ടത്, ഒരു ന്യൂ ലൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അവിടെയൊക്കെ നമുക്ക് BR കൊടുക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം ഉടനെ തന്നെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺ. താങ്ക് യു.